നിന്നടക്ക് ഞാൻ പറഞ്ഞില്ല ഇത്രയും താമസിക്കല്ലത്. എപ്പോഴാണ് കളിക്കാൻ വരുന്നത്? 10 മണി ആവില്ല ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നീ എന്റെ വീട് കണ്ടോ? നീ രണ്ടെണ്ണോ? ആ വീട്ടിലൊരു കഥയുണ്ട്, അറിയാവോ? അവിടെ ഒന്നുമില്ല, ഞങ്ങൾ എന്നും വരുന്നേ. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വാ, ഞാൻ കാണിച്ചു. വിശ്വാസം ചുമ്മാ കളിക്കാനുള്ള. നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ല. ഈ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കഥയും ചരിത്രങ്ങളും ഉണ്ടെന്ന് അറിയാവോ? ഇവിടെ 12 മണിക്ക് ശേഷം നമുക്ക് നിൽക്കാനോ എടുക്കാനോ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങളൊക്കെ കളിക്കാൻ വാ, കളിക്കാൻ വാ. നോക്കിട്ട് വരാം വീട് എന്തായാലും. എടാ ഇനി അങ്ങോട്ട് പോകുന്ന അപകടമാണ്. ഞാൻ പറഞ്ഞുതരാം. എടാ, ഈ വീട്ടിലൊരു ദുർമരണം സംഭവിക്കുകയും ആ ആത്മാവിനെ കിണറ്റിൽ ബന്ധിപ്പിച്ചെന്നും ഒക്കെയാണ് കഥ. കള്ളം പറയുമല്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വീടിന്റെ അപ്പുറത്ത് ഒരു ഡയലോഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു കിണറൊക്കെ ഉണ്ട്. ഈ വെള്ളം കോരി കുടിക്കാൻ വലിയ കിണറുള്ളത് അതല്ല, പിന്നെന്തുവാ? ആ കിണറ്റിനകത്തൊരു ആത്മാവുണ്ട്. ഇതിനെക്കാട്ടി വലിയ ഭൂതവും. വാ കാണിച്ച. എടാ, ഇത് പരീക്ഷിക്കാൻ വേണ്ടി വന്ന പലരുടെയും ശവശരീരം ഈ കിണറിലാ പൊങ്ങിയത് കേട്ടോ. നമുക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടി ഇതാണ്ട് എഴുതി വെച്ചേക്കുന്ന കണ്ടോ. അത് മാഞ്ഞു പോയതാ. ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും മോഷണം നടത്തുകയോ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോവുകയോ ചെയ്യുന്നവര് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നേർച്ച നടത്തിയിട്ടുണ്ട്. അവൻ ചത്തു പോകുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് സാധനം എടുത്തോണ്ട് പോകുമ്പം പോണ്ടേ ആ കിണർ കണ്ടോ? എന്തോ വന്നിട്ട് പിടിച്ചോണ്ട് പോകുന്നൊക്കെയാ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസം, ഞാൻ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. 12 മണി ആവുന്നു, നമുക്ക് പോവാം. നമുക്കൊരു അരമണിക്കൂർ കൂടെ നിന്ന് നോക്കിയാൽ. എടാ സമയം 11 ഇനി ഇവിടെ നിൽക്കുന്ന അപകടം. ഞാൻ പോകട്ടെ. ഞങ്ങളെന്നാന്ന് കയറുന്നത്. വേണ്ടാടാ, ഇയാള് പോടി, ഞങ്ങൾ പോകും. നീ എടാ വേണ്ടാന്നാ പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇയാളെ പോടി പോകുന്നെടുത്ത്. നീ ഒരു പറഞ്ഞതിനും ഭേദം നമ്മളൊക്കെ പണ്ടോട്ട് കേൾക്കുന്ന കഥകളില്ല. ഭേദം നമുക്ക് ആ ജനലിൽ കൂടെ നോക്കാം. ഇത്രയും കഥകൾ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവന്മാരെ പേടിച്ചില്ലെങ്കിൽ ഇന്ന് ഇവന്മാരെ പേടിപ്പിച്ചിട്ടേ ഉള്ളൂ.